ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഏതു സമയവും കസ്റ്റഡിയിലെടുത്തേക്കും അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ നിലനിൽക്കുന്നതിനിടയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇരുവരും. എന്തായിരിക്കും കോടതിയിൽ നടക്കുക? സൈഫുദ്ദീൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ഒരു പക്ഷേ കടക്കാൻ പോകുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ശങ്കർദാസും ഒപ്പം തന്നെ വിജയകുമാറും ആകുമെന്നുള്ളത് തന്നെയാണ് SITയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹൈക്കോടതിയുടെയൊക്കെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. A പത്മകുമാർ നൽകിയ മൊഴിയും ഒപ്പം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ സമയത്തും പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെയായിരുന്നു. തനിക്ക് മാത്രമല്ല തന്റെ ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നത്, ഈ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും മറ്റാരെയും ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഇനി ഉണ്ടാവുക 30-ാം തീയതിയാണ്. ഒരുപക്ഷെ ആ ദിവസമായിരിക്കാം ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നുള്ളതാണ് അഭിഭാഷകരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ശങ്കർദാസിനെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിൽ നിന്നും ഒരു ഇളവ് തേടുന്നതിന് വേണ്ടി അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് അത്തരത്തിൽ പോകാമെന്നുള്ളതാണ് അഭിഭാഷകർ കോടതിയിൽ ഇപ്പോൾ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റിനുള്ള സാധ്യത എന്തായാലും അന്വേഷണ സംഘവും തള്ളുന്നില്ല. ഈ കൂടുതൽ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷവും ഈ പത്മകുമാറിന്റെ ഒക്കെ മൊഴി ശക്തമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അടുത്ത് കടക്കാൻ പോകുന്ന ഇവരുടെ ഒരു അറസ്റ്റിലേക്കായിരിക്കാം. അതിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് മുൻകൂട്ടി കണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും അല്ലേ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും പോകുന്നില്ല എന്ന്. അപ്പോൾ ഒരു നിർബന്ധിത സാഹചര്യം SITക്ക് മുന്നിലുണ്ട്. അത് മുൻകൂട്ടി കണ്ടാണ് ഇരുവരും ജാമ്യത്തിന് ശ്രമിക്കുന്നത്. കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.